നമസ്കാരം. നടന്ന വഴികളെല്ലാം തെറ്റല്ലാത്തതാണെങ്കിൽ ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും ആശങ്കപ്പെടേണ്ടതില്ല. എന്നാൽ ഇത്ര നാളും എല്ലാ തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ട് എന്ന് മേനി നടിച്ചിരുന്ന കർത്തയും കൂട്ടരും ഇപ്പോൾ വെന്തുരുകുകയാണ്. ഹൈക്കോടതി കൂടി കർത്തയുടെ കള്ള ഹർജി എടുത്ത് കാട്ടിൽ കളയുക കൂടി ചെയ്തതോടെ ശശിധരൻ കർത്ത എന്ന PVയുടെ സ്വന്തം കരിമണൽ കർത്തയ്ക്ക് മൂട്ടിൽ തീ പിടിച്ച അവസ്ഥ. അതെ, ഇപ്പോൾ കർത്തയ്ക്ക് ഒളിക്കാനും ഒളിപ്പിക്കാനും ഏറെയുണ്ട് എന്നത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. മാസപ്പടി കേസിൽ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാതെ ഇരിക്കുകയാണ് CMRL. വീണയും എക്സോലോജിക്കുമായും ബന്ധപ്പെട്ട രേഖകൾ കൈമാറാനാകില്ലെന്നാണ് CMRL EDയെ അറിയിച്ചത്. രേഖകൾ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്നാണ് വാദം. കൂടാതെ മറ്റൊരു ഏജൻസി പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ചതാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് മേൽപ്പറഞ്ഞ കാര്യത്തിന്റെ ആകെ തുകയാണ്. ഒളിക്കാൻ ഏറെയുണ്ട്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കരാറുകളുമാണ് ED ആവശ്യപ്പെട്ടത്. ആവശ്യപ്പെട്ട രേഖകൾ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് നടപടികളുടെ ഭാഗമായതാണെന്ന് CMRL പറയുന്നു. സെറ്റിൽമെന്റ് കമ്മീഷന്റെ നടപടികൾ തീർപ്പാക്കിയതാണെന്നും മറ്റൊരു ഏജൻസികൾക്കും പുനഃപരിശോധിക്കാനാകില്ലെന്നും CMRL മറുപടി നൽകുന്നുണ്ട്. ആദായ നികുതി നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചാണ് CMRLന്റെ ഈ നീക്കം. അതിനിടെ ചീഫ് ഫിനാൻസ് മാനേജർ P. സുരേഷ് കുമാർ കരാർ രേഖ ഹാജരാക്കിയില്ല. സുരേഷ് കുമാറിനെ ഇന്നും ചോദ്യം ചെയ്യുന്നുണ്ട്. എക്സോലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അറിയില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നതെന്ന് ED പറയുന്നു. സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവിനെയും ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനിടെ മാസപ്പടി കേസിൽ SFIO ED അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി. കമ്പനിയുടെ ഹർജിയിൽ കമ്പനി കാര്യ മന്ത്രാലയത്തിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു. മാസപ്പടി കേസ് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് CMRL ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴികളുടെ വിവരങ്ങളോ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും CMRL നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടു. വനിതാ ജീവനക്കാരിയെ അടക്കം ED 24 മണിക്കൂർ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചെന്ന പരാതിയും CMRL കോടതിയിൽ ഉന്നയിച്ചു. വനിതാ ജീവനക്കാരിയെ ED രാത്രി കസ്റ്റഡിയിൽ വെച്ചെന്നാണ് പരാതി. ചോദ്യം ചെയ്യലിന്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ വനിതാ ജീവനക്കാരിയെ വനിതാ ഉദ്യോഗസ്ഥയെയാണ് ചോദ്യം ചെയ്തതെന്ന് ED കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ കമ്പനി MD ശശിധരൻ കർത്ത മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ നൽകി. ഹർജി വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. CMRLും എക്സാലോജിക് കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ED പരിശോധിക്കുന്നത്. എക്സാലോജിക്കിന് CMRLിൽ നിന്ന് 1.72 കോടി ലഭിച്ചുവെന്ന കണ്ടെത്തലായിരുന്നു കേസിന്റെ ആധാരം. IT സേവനങ്ങളുടെ പ്രതിഫലനം എന്ന നിലയിലാണ് ഈ പണം നൽകിയതെന്നാണ് വാദം. എന്നാൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയതെന്ന പരാതികളെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് EDയും കേസിൽ അന്വേഷണം ആരംഭിച്ചത്. CMRLിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ ED ചോദ്യം ചെയ്യുക. മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. നന്ദി.